ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. ദൗ ഈശ്വരൗ ന സംഭവതഃ, രണ്ട് ഈശ്വരന്മാർ സംഭവിക്കില്ല, രണ്ട് ഈശ്വരന്മാരുണ്ടാവില്ല. ഈശ്വരൻ ഏകനാണ്. എങ്ങനെ രണ്ട് ഈശ്വരന്മാരുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. രണ്ട് ഈശ്വരൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എ ബി എന്ന് രണ്ട് ഈശ്വരൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ എ ഈശ്വരനാവണമെങ്കിൽ ബിയെ നിയന്ത്രിക്കണ്ടേ? എന്താ അഭിപ്രായം? ഇല്ലെങ്കിൽ ഈശ്വരൻ സമം മൊത്തം മൈനസ് ബി എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈശ്വരത്വം പൂർണ്ണമാവില്ല. ഇനി ബി എന്ന ഈശ്വരൻ എ എന്ന ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബി ഈശ്വരനാവില്ല. അതുകൊണ്ട് ഒരിക്കലും രണ്ട് ഈശ്വരന്മാരുണ്ടാവാൻ തരമില്ല. നേഹ നാനാസ്തി കിഞ്ചന ഏകം സത് ഏകോ ദേവ സർവഭൂതേഷു ഗൂഢഃ. ആവർത്തിച്ച് ആവർത്തിച്ച് ശാസ്ത്രങ്ങൾ പറയും. എന്നാൽ ദേവതകൾ, ദൈവങ്ങൾ അനവധിയുണ്ട്. 30 മുക്കോടി എന്നൊന്നും ആരും പറഞ്ഞേക്കരുതേ, ഒന്നും പോരാ. 30 മുക്കോടിയൊന്നും പോരാ, കോടാനുകോടിയുണ്ട്. എത്ര പ്രകൃതി പ്രതിഭാസങ്ങളുണ്ടോ അതിൻ്റെ പിന്നിലുള്ള അധിനിയമങ്ങളെയൊക്കെ നമുക്ക് ദേവതകളായിട്ട് മനസ്സിലാക്കാം. അഗ്നിർ ദേവത, വായുർ ദേവത, ആപോ വൈ ദേവത, അങ്ങനെ പോവും. എല്ലാ ദേവതകളിലൂടെയും ലക്ഷ്യമാക്കപ്പെടുന്നത് ഏകനായ അദ്വിതീയനായ ഈശ്വരനെയാണ്. അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത്, പല രൂപത്തിലും നാമത്തിലും ഭാവത്തിലുമുള്ള ദേവതകളിൽ ഒന്നിൽ ഭക്തൻ മനസ്സ് കേന്ദ്രീകരിച്ചാൽ പോരെ, മതി. അതിനാണ് ഇഷ്ടദേവത എന്ന് പറയുന്നത്. അവനവൻ്റെ ഇഷ്ടദേവതയിലാണ് ഒരാൾ ഉറക്കേണ്ടത്. മറ്റൊന്നിനെയും നിന്ദിക്കരുത്, മറ്റെല്ലാത്തിനെയും ആദരിക്കണം. പക്ഷേ ഉപാസിക്കുന്നത് അവനവൻ്റെ ഇഷ്ടത്തെ മതി.